ഹായ് ഓൾ വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എനിക്ക് സഹായിക്കാനായിട്ട് ഇടയ്ക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ചേച്ചി വരും കേട്ടോ. അപ്പോൾ പറമ്പിൽ മുറ്റത്തൊക്കെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ മിക്കതും ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്യുക. പിന്നെ വീട്ടിൽ അധികം ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാമ്പലയും ഒക്കെ കൂടി ക്ലീൻ ചെയ്യാനുണ്ടെങ്കിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും. അതുപോലെ കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതും ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് നിന്ന്. അപ്പോൾ ഇന്ന് കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി വന്നിട്ടുണ്ട്. ഇത്ര അധികം തേങ്ങ ചിരണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് സൂക്ഷിച്ച് വയ്ക്കുക അത് കാണിക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി, അത് കുറേ നാൾ നമുക്ക് നിൽക്കും. അതുപോലെ ഞാൻ ഈസി മീൻ കറി കാണിക്കുന്നുണ്ട്. പൊതുവേ മീൻ കറി ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ ചില മീനുകൾ മാത്രം ഇഷ്ടമുള്ളവർ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഫിഷ് കറിയാണ്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എല്ലാ മീൻ കറിയൊന്നും ഞാൻ കഴിക്കില്ല, പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നന്നായിട്ട് ചോറ് തിന്നും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, ഉപ്പിലിട്ട അമ്പഴങ്ങ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് പിടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും നല്ല അത്യാവശ്യം ഉപ്പും ചുറുക്കയും മുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉപ്പിലിട്ട അമ്പഴങ്ങ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ അതൊക്കെ ഇട്ട് തീർത്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത ഒരു സംഭവമാണ്. ഹണി ആൻഡ് സ്പൈസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ തേൻ ഓർഡർ ചെയ്തതാണ്. ഈ തേന് പ്രത്യേകതയാണ് കേട്ടോ. ചില ഫ്ലേവേർഡ് തേനും പല കാട്ടുതേന്, കാശ്മീരി തേന് അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ കുറേ തേനുകൾ കിട്ടും. നമ്മൾ സാലഡൊക്കെ തിന്നണവരാണെങ്കിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ ചെറിയ തേനൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നല്ല നല്ല ചില്ലുകുപ്പികൾ കിട്ടും, അതൊരു സംഭവമാണ്. നമുക്ക് പല സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വെക്കാം. അതുപോലെ നല്ലൊരു പെട്ടിയും കൂടിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനകത്ത്.
പിന്നെ എപ്പോഴൊന്നും ഞാൻ ഇതുപോലെ നൂഡിൽസ് ഒന്നും ഉണ്ടാക്കി കഴിക്കില്ല കേട്ടോ. ഇതൊക്കെ പിള്ളേർ ഓരോന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കണതാ. അവർക്കും എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോൾ കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിങ്ങനെ വന്ന് കഴിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കും. അതിനകത്ത് ചില ചാനലൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അതിനകത്തൊരു ചാനലാണ് ഈ പറയുന്ന മോം സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് ഇടയ്ക്കൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ വീഡിയോസ് കാണാൻ പറ്റാറില്ല, എന്നാലും ഓർക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. നല്ലൊരു മോട്ടിവേഷൻ വീഡിയോ ഉണ്ടോ, അത് കണ്ടിട്ടൊക്കെയാണ് ഞാനും തുടങ്ങിയിരിക്കുന്നത്. My husband was feeling too sleepy and cold, so he went under the blanket. Nice. No, don't put that. Don't put that spoon anymore. അപ്പോൾ അതാ നമ്മുടെ ചേച്ചി കുറേ തേങ്ങ ചിരണ്ടി തന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ പാത്രത്തിനകത്ത് ഇട്ട് വെക്കുമ്പോൾ കുത്തി നിറച്ചൊന്നും ഇട്ട് വെക്കരുത്. ആവശ്യത്തിന് തന്നെ നിറച്ചിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് അടച്ചിട്ട് ഫ്രീസറിനകത്ത് വെക്കുക. നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് പുറത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ഐസ് ഒന്ന് പതുക്കെ തന്നെ സോഫ്റ്റാവും. അപ്പോൾ നമുക്ക് കുത്തി ഇളക്കി നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് ഒരു കാരണവശാലും വെള്ളം ഒഴിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഈ പാത്രം മൊത്തത്തിൽ എടുത്ത് ഏതെങ്കിലും വെള്ളത്തിൽ വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കേടായി പോകും. പിന്നെ അപ്പോൾ അത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി. അപ്പം നമുക്ക് തേങ്ങ കുറേ നാൾ നിൽക്കും. അപ്പോൾ എൻ്റെ താഴത്തെ മോള് ഐലൈനർ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പം നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പല ബ്രാൻഡിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്നത് വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, പക്ഷെ അധികം കറുപ്പല്ല ഈ ഒരു സംഭവത്തിന്. പിന്നെ ഞാനൊരു സംഭവം വാങ്ങിച്ചേക്കുന്നത് ഹെയർ ടച്ചപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഗ്രേ ഹെയർ ഒക്കെ മുന്നിൽ കാണുമല്ലോ, അപ്പോൾ അതിനൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും കൺമഷിയുടെ ഒക്കെ ഒരു മണവും കൺമഷിയുടെ ഒക്കെ ഒരു രീതിയുമാണ്. പക്ഷേ നല്ലതാണ്, സംഭവം നല്ലതാണ്. പെട്ടെന്ന് ഒരു ഹെയർ ടച്ചപ്പ് ആണെങ്കിൽ ഈ സംഭവം ഉപയോഗിക്കാം. ഇതിൻ്റെ ലിങ്കൊക്കെ താഴെ ഞാൻ ഇടുന്നുണ്ടാവും. മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ.
ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഇഡ്ഡലിയിലൊക്കെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിടല്ലോ. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ട് അരച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ നല്ല സ്പീഡിൽ അരയ്ക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഐസ് ഇടും. ഈ ഐസ് ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ അകത്ത് ഈ മാവ് ചൂടാകില്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എളുപ്പത്തിൽ നല്ല സുഖമായിട്ട് നമുക്ക് മാവ് അരച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഒരു രാത്രി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി നല്ല ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഇഡ്ഡലി ദോശയുടെ മാവ് നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതുപോലെ ഐസൊക്കെ ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കറിയിലേക്ക് തുടങ്ങാം. ഞാൻ രാത്രിയാണ് മീൻ കറി ഉണ്ടാക്കണത്. അപ്പോൾ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് വെളിച്ചെണ്ണ, കടുക്, ഉലുവ, കറിവേപ്പില, അതുപോലെ തേങ്ങ നന്നായി അരച്ചത്, അതുപോലെ തക്കാളി അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ചുവന്നുള്ളി, സവോള, പിന്നെ കുടംപുളി, ഈ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എനിക്കൊരു പറ്റു പറ്റി. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടുന്നേക്ക് മുന്നേ തന്നെ തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തക്കാളി ഇളക്കണ്ട, അത് അവിടെ ഇരിക്കട്ടെ. ഈ ബാക്കി സൈഡിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് നന്നായി തേങ്ങ അരച്ചെടുക്കണം. തേങ്ങയുടെ ഒരു കഷ്ണം പോലും ഉണ്ടാകാൻ പാടില്ല. അത്ര നന്നായി തേങ്ങ അരച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ മീൻ മസാല ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കാവേ. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്യണം. അതിൽ എണ്ണമായ ഇങ്ങനെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തക്കാളി നന്നായി കുക്കായി എന്ന് അർത്ഥം. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുടപ്പുളിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ മീനിടാം. മീനിടുമ്പോൾ ഞാൻ കേരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഏത് മീനും ഉപയോഗിക്കാം. കേര ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ മീൻ ഇട്ടതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യാൻ വയ്ക്കാം.
മീനിട്ടതിന് ശേഷം നമ്മൾ കയ്യിലൊന്നും ഉപയോഗിച്ച് ഇളക്കണ്ട കേട്ടോ. അപ്പോൾ പതുക്കേനെ ഇന്ന് പാത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷം മീൻ വെന്തുണ്ടാവും. ഇനി അതിനകത്തേക്ക് നമ്മൾ തേങ്ങയുടെ അരിപ്പ് ചേർക്കാം. അത് ഇട്ടതിന് ശേഷം ഇത് തിള വന്ന് തുടങ്ങിയാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ ചട്ടിക്ക് നല്ല ചൂടാണ്. അപ്പോൾ അതവിടെ നിന്ന് തിളച്ചോളും. തേങ്ങയുടെ അരിപ്പ് അതിനകത്ത് വെന്തോളും. പിന്നെ നമുക്ക് ഒരു പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് അടച്ച് മൂടി വെച്ച് പിറ്റേ ദിവസത്തേക്ക് അടിപൊളി കറി. അപ്പം ഞാൻ രാത്രി ഈ കറി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അപ്പുറത്ത് മുട്ട പൊരിക്കുകയാണ് മോള് രാത്രിയും ചോറെടുത്ത് കഴിക്കേ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താഴെ കമൻറ്റ് ചെയ്യാം. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്നുള്ളതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.